ഭൂതകാലം പോലത്തെ ഒരു സെറ്റപ്പാണ്. ഉള്ള അടിപൊളി. പേടിക്കാൻ അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പ്രണവിന്റെ പെർഫോമൻസ് രക്ഷയില്ല പോയി. പെർഫോമൻസ് എടുക്കാൻ മാത്രമുണ്ട്. മറ്റേ പേടിക്കാനുണ്ടായിരുന്നു. അപ്പുറത്തെ കൂടെ ഇരിക്കണവരൊക്കെ കൈ പിടിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പേടിച്ച് പറിച്ചിട്ട്. അതന്നല്ലേ. പക്ഷെ മേക്കിംഗ് ലെവലും ഉഷാറാട്ടോ. മേക്കിംഗ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഉഷാറായിട്ട്. എല്ലാവർക്കും എല്ലാ ടേസ്റ്റും പറ്റുമെന്ന് അറിയില്ല. പക്ഷെ മേക്കിംഗ് ഇത്ര നാൾ ഇറങ്ങിയാൽ പ്രണവിനെ ഇങ്ങനെ യൂസ് ചെയ്ത പടം കിട്ടില്ല. പെർഫോമൻസ് ബേസിൽ ഞാൻ പറയില്ല. പെർഫോമൻസ് പ്രണവ്ക്ക് തോന്നുന്നു എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ളത് ഉണ്ട്. പെർഫോമൻസ് ബേസിൽ മറ്റേ തുടരൂല് അഞ്ജുഷുമാർ പാടില്ലേ ഗന്ധരിച്ചയിലാണ്. അതെല്ലാവരും പറഞ്ഞ പടം ഉഷാറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി. അതാ പറയാം. നമ്മളതിൽ എൻഗേജ് ആവുന്നുണ്ടെങ്കിൽ അത് അവരൊരു വിജയം തന്നെയല്ലേ. നമ്മള് കോഞ്ചറിങ് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇതിന് സൗണ്ടിങ്ങും അതിന്റെ ഒരു സാധനം ഉണ്ട്. അത് നമ്മളങ്ങനെ കൂടുതൽ പറഞ്ഞ അതിന്റെ ഒരു ഇതുപോലെ അത് നമ്മളെ കൊണ്ട് ഇരുത്തണമെന്നുണ്ടെങ്കിൽ അത് അവർ വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് തന്നെയാണ്. എല്ലാ ടേസ്റ്റും എല്ലാവർക്കും പറ്റണമെന്ന് പറഞ്ഞു. നല്ലതാണ് തന്നെ. എങ്ങനെയുണ്ട് ടോട്ടൽ കൊള്ളാം. ഇതുവരെ ഓക്കെ ഹാപ്പായതേ ഉള്ളൂ. ഇതുവരെ എന്താണ് കഥയെന്ന് കറക്റ്റായിട്ട് കൺഫ്യൂസിങ് ആണ്. പേടിക്കാൻ അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ആ പഴയ ഒരു സിനിമകളുടെ രീതിക്ക് തന്നെ ചെറിയ എവിടെയൊക്കെ ഉണ്ട് വലിയായിട്ട് അത്ര ആ ഒരു. പക്ഷെ പടം കൊള്ളാം. ഇതുവരെ ത്രില്ലിംഗ് ആണ്. നല്ല ഹൊറർ കൂടെ ഉണ്ടായിരുന്നു. സ്ഥിരം പഴയ ഒരു മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരു പുതിയ രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭൂതകാലമൊക്കെ പോലെ പേടിക്കാനുണ്ടോ? അതിൽ കൂടുതൽ പേടിക്കാനുണ്ട്. പ്രണവ് എങ്ങനെയുണ്ട്? പ്രണവ് ബെറ്റർ ആയിരുന്നു. ഈ വർഷങ്ങൾക്ക് ശേഷങ്ങളിലൊക്കെ പോലെ അതല്ല പക്ക ബെറ്റർ ആയിരുന്നു. ഇമോഷണൽ ബിൽഡപ്പ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറി അതുപോലെ ബിൽഡപ്പ് ചെയ്ത് വരുന്നത് ഒരു എന്താ പറയുക കഥേനെ ബേസ് ചെയ്തിട്ട് മാത്രം പോണത്. ഹിറ്റ് ആവുന്നുണ്ടോ? ഒരിക്കലും മാർക്കറ്റ് അത് ഹിറ്റ് ആവുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊററൊക്കെ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മലയാളത്തിലാണ്. അല്ലാതെ ചുമ്മാ മേക്കപ്പ് സീനുകളല്ല, സ്റ്റോറിയായിട്ട് സിങ്കായി വരുന്ന പോലെ സീനുകൾ മൊത്തം. അപ്പോൾ അത് കണക്റ്റായി വരും. സെക്കൻഡ് ഹാഫ് കണക്റ്റായ പടം കൊളുത്തും. അത്രേ ഉള്ളൂ. കൊള്ളാം. സ്റ്റാഫ് അടിപൊളിയാണ്. അടിപൊളി ഒരു നല്ലൊരു കിടിലൊരു ഇന്റർവൽ പഞ്ചിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഉള്ള അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊക്കെ ഉണ്ട്. അതന്നെ നമ്മുടെ ഭൂതകാലം പോലത്തെ ഒരു സംഭവം. ഭൂതകാലം പോലത്തെ ഒരു സെറ്റപ്പാണ്. ഉള്ള അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സൗണ്ടൊക്കെ ഡീറ്റെയിലിംഗ് സൗണ്ട്. എനിക്ക് സൗണ്ട് മിക്സിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആ പൂച്ചയൊക്കെ നടന്നു പോകുന്ന സീനിനകത്ത് അടിപൊളിയായിട്ടത് നമുക്ക് ആ കാറ്റൊക്കെ അടിക്കുമ്പോൾ തണുത്ത കാറ്റെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ആ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.